ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന പല വ്യക്തികളും അവരൊക്കെ തന്നെയാണ് വിജയികളായി മാറിയിട്ടുള്ളത്, അല്ലെങ്കിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഈ അധ്യായം ആരംഭിക്കുമ്പോൾ അലക്സാണ്ടർ ഗ്രഹാം ബെല്ല് പറഞ്ഞ ഒരു വാക്യങ്ങളോട് ചേർത്തുകൊണ്ടാണ്, അല്ലെ ആ വാക്യത്തോടു കൂടിയാണ് ആരംഭിക്കുക. അത് പൊതുവായിട്ട് പറയുന്ന ഒരു കാര്യം, അതായത് പൊതു തത്വമായിട്ട് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ കാര്യമായിട്ട് ഒന്നും കൂടാതെയാണ് ജനിക്കുക. പൊതുതത്വമായിട്ട് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ കാര്യമായിട്ട് ഒന്നുമില്ലാതെയാണ് ജനിക്കുക, അല്ലെ ഒന്നും കൂടാതെയാണ് ജനിക്കുക. ബാക്കി ഒക്കെ അയാൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്നാണ് ഇവിടെ ഗ്രഹാം ബെല്ല് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം, ഒരു മനുഷ്യൻ കാര്യമായതൊന്നും കൂടാതെയാണ് ജനിക്കുന്നത്, അയാൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ബാക്കിയെല്ലാം. അപ്പോൾ മുൻപ് നമ്മൾ കേട്ടിട്ടുള്ള പഠിച്ചിട്ടുള്ള ഒരു വാചകമായിട്ട് നമുക്ക് വിപരീതമായിട്ട് ഇതിനെ തോന്നാം. പ്രത്യേകിച്ച് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതുപോലെ ഓരോ കുട്ടിയും ജനിച്ചു വീഴുമ്പോൾ പൂർണ്ണനായിട്ടാണ് ജനിക്കുക. എന്നാൽ കാലക്രമത്തിൽ അവൻ ഇടപഴകുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ സാഹചര്യം അനുസരിച്ചിട്ടാണ് പിന്നീട് അവന്റെ വ്യക്തിത്വവും സ്വഭാവവും ഒക്കെ രൂപപ്പെടുന്നത്. അല്ലെ അവൻ ആരായി മാറണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്ന അവന്റെ ചുറ്റുപാടാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് ഇവിടെ പറയുന്നത് കേൾക്കുമ്പോൾ, ഗ്രഹാം ബെല്ല് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അതിന്റെ വിപരീതമാണോ എന്ന് സംശയം തോന്നാം. പക്ഷെ രണ്ടും ഒരേ കാര്യങ്ങൾ തന്നെയാണ്. അതായത് പൊതുതത്വമായിട്ട് പറയുകയാണെങ്കിൽ മനുഷ്യൻ കാര്യമായതൊന്നും കൂടാതെയാണ് ജനിക്കുന്നത് എന്ന് പറയുന്നു. അതായത് അവന്റെ വിജയങ്ങളോ നേട്ടങ്ങളോ എന്നുള്ള കാര്യങ്ങളെയാണ് ഗ്രഹാം ബെല്ല് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ വിവേകാനന്ദ സ്വാമിയുടെ വാക്യങ്ങളോട് ചേർക്കുമ്പോൾ വിവേകാനന്ദ സ്വാമി പറഞ്ഞ വാക്യങ്ങളുടെ പൊരുൾ ഇതാണ്: പലപ്പോഴും നമ്മൾ പലരും സ്വയം തന്നെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ ആരെയെങ്കിലും തന്നെ നമ്മൾ പറയാറുണ്ട്, അവനതിനുള്ള കഴിവുകളില്ല, അല്ലെങ്കിൽ അതിനുള്ള യോഗ്യതകൾ അവനില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മളിൽ പലരും പറയാറുണ്ട്. അതിനുള്ള ഒന്നുകിൽ അവന്റെ ശാരീരികമായിട്ടുള്ള യോഗ്യതകളോ വിദ്യാഭ്യാസപരമായിട്ടുള്ള യോഗ്യതകളോ സാമ്പത്തികമായിട്ടുള്ള യോഗ്യതകളോ ഒക്കെ ഉദ്ദേശിച്ചിട്ടാണ് ആ ഒരു കാര്യം പറയുക. അത് ഒരാൾക്ക് മുൻപേ ഉള്ളതാണ്. ഒരു വ്യക്തി ജനിക്കുന്നതിന് മുമ്പേ അവന്റെ കുടുംബത്തിന്റെ മാഹാത്മ്യം തീരുമാനിക്കപ്പെടും, അല്ലെങ്കിൽ അയാളുടെ പൊതുവായിട്ടുള്ള അവരുടെ സ്റ്റാറ്റസ് സാഹചര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ വെച്ചിട്ടാണ് പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിൽ തന്നെ ആളുകളെ അളക്കുക. അവൻ എന്താണ്, അല്ലെങ്കിൽ എന്താണ് അയാളുടെ ബാക്ക്ഗ്രൗണ്ട്, ഇത് വെച്ചിട്ടാണ് ഇയാളുടെ കഴിവുകളെയും മറ്റു കാര്യങ്ങളെയും അതൊരു മാനദണ്ഡമായി വെച്ചുകൊണ്ടിട്ടാണ് പലരും അംഗീകരിക്കുകയും അംഗീകരിക്കപ്പെടാതിരിക്കുകയും ചെയ്യുക. അത്തരം ഒരു സാഹചര്യത്തിൽ വിവേകാനന്ദ സ്വാമികളുടെ വാക്കുകൾക്കാണ് പ്രാധാന്യം. കാരണം ഓരോ കുട്ടി ജനിക്കുമ്പോഴും അവന് എല്ലാവിധ കഴിവുകളും കൊണ്ട് പൂർണ്ണനായിട്ട് ജനിക്കുന്നു. എന്നാൽ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സാഹചര്യം മോശമാണെങ്കിൽ അവൻ മോശപ്പെട്ട വ്യക്തിത്വത്തിന് ഉടമയായി തീരുന്നു. മികച്ച സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവൻ വിജയിയായി മാറുന്നു എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഗ്രഹാം ബെല്ല് പറഞ്ഞത് ഒരു മനുഷ്യൻ കാര്യമായിട്ടൊന്നും കൂടാതെയാണ് ജനിക്കുന്നത്. അതായത് അവന്റെ വിജയത്തിലേക്കുള്ള ഘടകങ്ങളെ കുറിച്ചിട്ടാണ് പറയുക. അവൻ ജനിക്കുമ്പോൾ അവന് പ്രത്യേകിച്ചിപ്പോൾ ഉദാഹരണത്തിന് ഹിറ്റ്ലർ ജനിച്ചപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു പ്രശ്നകാരിയായ കുട്ടിയാണെന്ന് ആർക്കും അറിയില്ല. പക്ഷെ അവൻ കുറെ കാലം കഴിഞ്ഞപ്പോൾ അയാൾ നേടിയെടുത്തതാണ് ജൂതവിരോധവും, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കുന്ന സാഡിസ്റ്റ്, ലോകത്തിലെ ഏറ്റവും വലിയ സാഡിസ്റ്റായിട്ടൊക്കെ മാറിയതും പിന്നീട് ഇദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു ലേബലാണ്. അതുപോലെ തന്നെ വിജയിക്കുന്ന വ്യക്തികളെ എടുത്തു നോക്കിയാൽ, ഇപ്പോൾ തോമസ് ആൽവ എഡിസനെ കുറിച്ച് പറയുമ്പോൾ ചെറുപ്പത്തിൽ ഇദ്ദേഹത്തെ കുറിച്ച് ആർക്കും അറിയില്ല. ഇദ്ദേഹം ഇങ്ങനെ ഒരു വലിയ വ്യക്തിയായി മാറുമെന്നോ സയന്റിസ്റ്റ് ആകുമെന്നോ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളുടെ പേറ്റന്റുകൾക്ക് ഉടമയാകുമെന്നോ ആരും അറിഞ്ഞിരുന്നില്ല. പക്ഷെ കുറെ കാലങ്ങൾക്ക് ശേഷം ഇദ്ദേഹം സ്വയം കഴിവുകൾ ഉപയോഗിച്ചിട്ട് നേടിയെടുത്തതാണ് ആ കാര്യം.
ഇതാണ് ഈ രണ്ട് വാക്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇവിടെ ഈ ഒരു പുസ്തകം അവതരിപ്പിക്കുന്നത് ബ്രയാൻ ട്രേസി തന്റെ സ്വന്തം അനുഭവങ്ങളെ വെച്ചിട്ടാണ്. അതായത് 21 വയസ്സ് പ്രായം ബ്രയാൻ ട്രേസിക്കുള്ളപ്പോൾ അദ്ദേഹം ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമായി. 21-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു കെട്ടിട പണിക്കാരനായിട്ടാണ് ജീവിതം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയങ്ങളിൽ ഒരു പ്രത്യേകതയുണ്ട്. കാലാവസ്ഥ മോശമാകുന്ന സമയങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അറിയാം, മഴക്കാലമാകുമ്പോൾ ഈ നിർമ്മാണ തൊഴിലാളികൾക്ക് ജോലികളില്ലാതെ വരും. കാരണം ആ സമയത്ത് ജോലി എടുക്കാൻ ബുദ്ധിമുട്ട് വരും. അങ്ങനെയുള്ള സമയങ്ങളിൽ നിർമ്മാണ തൊഴിലാളികൾ ഉൾപ്പെടെ പല മേഖലകളും സ്തംഭിച്ചു പോയിട്ട് തൊഴിലുകളൊക്കെ ഇല്ലാതെ വരികയും കുറയുകയും ഒക്കെ ചെയ്യാറ്. ഇതുപോലെ ബ്രയാൻ ട്രേസിയുടെ രാജ്യത്ത് അവിടെ മഴയേക്കാൾ ഉപരി കോടമഞ്ഞ്, തണുപ്പാണ് ഇവരെ ആക്രമിക്കാറുള്ളത്. അല്ലെങ്കിൽ തൊഴിലാളികളെയും മറ്റ് നിർമ്മാണ മേഖലകളെയും ഒക്കെ സ്തംഭിപ്പിക്കുന്നത് ഈ തണുത്ത ഒരു കാലാവസ്ഥ വരുമ്പോഴാണ്. അങ്ങനെ ഇദ്ദേഹം 21-ാമത്തെ വയസ്സിൽ നിർമ്മാണ തൊഴിലാളിയായിട്ട് ജീവിക്കുന്ന സമയം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ സ്വയം വാക്കുകളിൽ പറഞ്ഞാൽ നിർമ്മാണ തൊഴിലാളിയായി കഷ്ടപ്പെടുന്ന ഒരു സമയത്ത് പണിയൊന്നുമില്ല, അതുകൊണ്ട് സ്വാഭാവികമായിട്ട് പണമൊന്നുമില്ല. അപ്പോൾ ഇത് ഇടുങ്ങിയ മുറിയിലാണ് താൻ താമസിക്കുന്നത്. ചെറിയൊരു മുറിയിലാണ്. അന്ന് വലിയ സാഹചര്യങ്ങളൊന്നും ഇന്നത്തേതുപോലെയുള്ള സാഹചര്യത്തിലേക്ക് അദ്ദേഹം വന്നിട്ടില്ല. അപ്പൊ ഇടുങ്ങിയ മുറിയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ കിടുകിടുക്കുന്ന തണുപ്പ് കാലം, നല്ല തണുപ്പ് ഉള്ള ഒരു കാലത്ത് അത്യാവശ്യം പണികൾ എവിടെയെങ്കിലുമൊക്കെ ചെയ്യാൻ കിട്ടിയാൽ തന്നെ അത് ചെയ്തു കഴിഞ്ഞാൽ നേരെ വന്ന് ഈ റൂമിന്റെ ഉള്ളിൽ കയറുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. പുറത്തേക്കൊന്നും അല്ലാതെ ഇറങ്ങാൻ കഴിയില്ല. കൊടും തണുപ്പാണ്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒന്നും ചെയ്യാനില്ല. കൊടും തണുപ്പിൽ ചിലപ്പോൾ വാഹനങ്ങൾ വന്നാൽ കാണാൻ കൂടി കഴിയാത്തത്ര തണുപ്പൊക്കെയുള്ള സമയത്ത് ഈ മുറിക്കുള്ളിൽ ഇങ്ങനെ അടച്ചുമൂടിയിരിക്കുകയാണ് പതിവ്. അപ്പൊ അതും ഇദ്ദേഹത്തിന് ഗുണകരമായി ഭവിച്ചു. പിന്നീടുള്ള തന്റെ വിജയത്തിന് ആ ഇടുങ്ങിയ മുറിയിലെ അടച്ചുള്ള ഇരിപ്പ് ഇദ്ദേഹത്തിന് ഗുണം ചെയ്തു. കാരണം പുറത്തേക്ക് ഒന്നും ഇറങ്ങാൻ കഴിയാതെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടം പോലെ ചിന്തിക്കുവാൻ സമയം കിട്ടി. കാരണം ഈ വിജയത്തിലേക്ക് പോകുമ്പോൾ അതിലെ പ്രധാന ഒരു ഘടകമാണ് ചിന്തകൾ ഉണ്ടാവുക എന്നുള്ളത്. നമ്മൾ ഇതിനു മുൻപ് പഠിച്ച വിഷയം തന്നെ അതായിരുന്നു. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, ചിന്തിച്ചുകൊണ്ട് സമൃദ്ധിയിലേക്ക് വളരുക എന്നുള്ളതാണ്. ചിന്തിച്ച് വിജയിയാവുക, അല്ലെങ്കിൽ ചിന്തിച്ച് സമ്പന്നനാവുക എന്നുള്ള ഒരു വിഷയമായിരുന്നു നമ്മൾ മുൻപ് ചർച്ച ചെയ്തത്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് വലിയൊരു തിരിച്ചറിവ് കിട്ടുകയുണ്ടായി. ആളുകളുടെ ആശയങ്ങളെല്ലാം തന്നെ ഈ ചിന്തകളിലൂടെയാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം തന്റെ അടുക്കളയിലുള്ള ചെറിയ തീന്മേശയിൽ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് വലിയ ഒരു അറിവ് ലഭിച്ചു. ആ അറിവാണ് പിന്നീട് ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയും ഇന്ന് നമ്മൾ അറിയുന്ന ബ്രയാൻ ട്രേസി എന്ന ഒരു വ്യക്തിയിലേക്ക്, അല്ലെങ്കിൽ ബ്രയാൻ ട്രേസി ഫൗണ്ടേഷൻ എന്നൊരു മഹാപ്രസ്ഥാനത്തിലേക്ക് ഇദ്ദേഹത്തെ മാറ്റിമറിച്ചത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിൽ നിന്നും ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്താണ് ഇദ്ദേഹം തൊഴിലെടുക്കുവാൻ 21-ാമത്തെ വയസ്സിൽ പോയത്. അതുകൊണ്ട് സ്വാഭാവികമായി ഒരൊറ്റ മുറിയിൽ ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊന്നും ആക്ടിവിറ്റികൾ ഇല്ലാതെ വന്നപ്പോൾ ഇദ്ദേഹത്തിന് സ്വയം ചിന്തിക്കുവാൻ കഴിയും. ആ ചിന്തകളിലൂടെ ഉണ്ടായ ഒരു കണ്ടുപിടുത്തമാണ്, അല്ലെങ്കിൽ ഒരു ആശയമാണ് സ്വന്തം ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കുക. ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ ആദ്യം നമ്മെ പേടിപ്പെടുത്തുന്ന, ബ്രയാൻ ട്രേസിയെ പോലും ആദ്യം പേടിപ്പെടുത്തുന്ന ഒരു അനുഭവമായിരുന്നു. അല്ലെങ്കിൽ ആദ്യത്തെ പാരച്യൂട്ട് ചാട്ടം പോലെയായിരുന്നു എന്നാണ് ബ്രയാൻ ട്രേസി അതിനെ വിശേഷിപ്പിക്കുന്നത്. പാരച്യൂട്ട് ചാട്ടങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പേടി മാറ്റുവാനായിട്ട് ചെയ്യാവുന്ന ഒരു വലിയ നല്ലൊരു വ്യായാമം, എക്സർസൈസ് ആയിട്ട് ഈ ഒരു എയർ ജമ്പിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഹെലികോപ്റ്ററുകളിലും ഒക്കെ മറ്റും വിമാനത്തില് ആയിരക്കണക്കിന് മൈലുകൾക്ക് മുകളിലേക്ക് ഉയർന്നു പൊങ്ങിയതിനു ശേഷം ഹെലികോപ്റ്ററുകൾ മുകളിലേക്ക് പൊങ്ങുന്നു. അതിനുശേഷം ശരീരത്ത് പാരച്യൂട്ട് ഘടിപ്പിച്ചുകൊണ്ട് താഴേക്ക് ചാടുക, ആയിരക്കണക്കിന് മൈലുകൾ താഴേക്കുള്ള ദൂരത്തിലേക്ക് എടുത്ത് ചാടുക എന്നുള്ളതാണ് ഈ എയർ ജമ്പിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
പേടി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഉയരങ്ങളിലൊക്കെ കയറുമ്പോൾ ഉള്ള പേടിയെ മനസ്സിൽ നിന്ന് കളയുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഈ എയർ ജമ്പിങ്. അപ്പോൾ അങ്ങനത്തെ ആദ്യത്തെ പാരച്യൂട്ട് ചാട്ടം ഏറ്റവും അധികം പേടിപ്പെടുത്തുന്നതായിരിക്കും. അത്തരം ഒരു ചാട്ടം പോലെയായിരുന്നു ബ്രയാൻ ട്രേസിയുടെ ഈ തന്റെ അനുഭവത്തെ കുറിച്ച് പറയുക. ആദ്യമായിട്ട് ഇങ്ങനെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളെ മുഴുവൻ സ്വയം ഏറ്റെടുക്കുക എന്നുള്ളത്. അങ്ങനെ ജീവിതത്തിന്റെ പരിപൂർണ ഉത്തരവാദിത്വം അംഗീകരിക്കുന്നതോടുകൂടി, അത് പലപ്പോഴും നമ്മൾ അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന പ്രായം കുട്ടിക്കാലത്ത് നിന്ന് കൗമാരത്തിൽ നിന്ന് കുറച്ചുകൂടി പ്രായമാകുന്ന ഒരു അവസ്ഥയിലാണ് സ്വന്തം ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളെയൊക്കെ ഏറ്റെടുക്കേണ്ടി വരിക. അതിനു മുമ്പൊക്കെ മറ്റാരെങ്കിലും ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് ആശ്രയിച്ചിട്ടാണ്. ഇപ്പൊ കുട്ടികളായിരിക്കുമ്പോൾ അച്ഛനെയോ അമ്മയെയോ ഒക്കെ ആശ്രയിച്ചിട്ടായിരിക്കും ജീവിക്കുക. അവരുടെ ഓരോ തീരുമാനങ്ങൾ പോലും മാതാപിതാക്കളോട് ചോദിച്ചിട്ടൊക്കെ ആയിരിക്കും എടുക്കുക. അവരുടെ അനുവാദത്തോടു കൂടിയും അല്ലെങ്കിൽ അവരുടെ അനുമതിയോടുകൂടി മാത്രം ജീവിക്കുക. കാരണം അവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരായിരുന്നു. ഇതിനുശേഷം ഒരു പ്രായം എത്തിക്കഴിയുമ്പോഴാണ് സ്വയം ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ അതൊരു പേടിപ്പെടുത്തുന്ന അനുഭവമായിട്ടാണ് ഏതാണ്ട് എല്ലാവർക്കും അത് അങ്ങനെ തോന്നാറ്. അത് സ്വാഭാവികമായിട്ടും ഇവിടെ ബ്രയാൻ ട്രേസിക്കും അത് തോന്നി. അങ്ങനെ അങ്ങനെ ഒരു കുട്ടിക്കാലത്ത് നിന്ന് പ്രായപൂർത്തിയിലേക്ക് നമ്മളൊരു വമ്പൻ ചാട്ടം തന്നെ, ഒരു എയർ ജമ്പിങ് തന്നെയാണ് നടത്തുന്നത് എന്ന് പറയേണ്ടി വരും. അപ്പം നിർഭാഗ്യവശാൽ ഭൂരിപക്ഷം പേർക്കും ഇങ്ങനെ ഒരു ചാട്ടത്തില് ചിലപ്പോ പാരച്യൂട്ട് കിട്ടാതെ വരികയാണ് സാധിക്കുക, പൊട്ടിപ്പോവുക എന്ന് പറയുന്ന അവസ്ഥ. കാരണം കൈവിട്ട് ചാട്ടം പോലെ ചാടിപ്പോകുന്ന അനവധി ആളുകൾ. അതിൽ കുറച്ചു പേര് ഈ ചാട്ടത്തിൽ പാരച്യൂട്ടിന്റെ സഹായത്തോടു കൂടി സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ചാടുമ്പോൾ ഭൂരിപക്ഷം പേരും ഇങ്ങനെ ചാട്ടത്തിന് തന്നെ മുതിരാറില്ല. അതായത് സ്വന്തം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പോലും പല ആളുകളും, പ്രായമായാലും ഏറ്റെടുക്കാൻ പോലും മുതിരാത്ത ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരൊരു 40ഓളം വയസ്സ് കഴിഞ്ഞ് അതിന്റെ അപ്പുറത്തേക്ക് കടന്നു പോകുമ്പോൾ ഇവരിങ്ങനെ ആരെയെങ്കിലും പഴിചാരുന്ന വ്യക്തികളായി മാറാം. എപ്പോഴും ഇവരിങ്ങനെ പഴിചാരിക്കൊണ്ടേയിരിക്കും. എൻ്റെ ജീവിത സാഹചര്യങ്ങൾ മോശമായിരുന്നു, മാതാപിതാക്കൾക്ക് എന്നോടുള്ള സമീപനം മോശമായിരുന്നു, എനിക്കായി ഒന്നും പ്രത്യേകിച്ച് നേടിത്തന്നില്ല, ചെയ്തു തന്നില്ല, ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു പക്ഷേ വിജയിച്ചേനെ, അവർക്ക് നേടിത്തരാനുണ്ടായ സാഹചര്യങ്ങൾ ഒന്നും തന്നെ അവർ ഉപയോഗിച്ചിട്ടില്ല. ഇങ്ങനെ പഴി പറഞ്ഞു. അല്ലെങ്കിൽ താൻ ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അവിടെ നമ്മൾ സമീപിക്കുന്ന ആളുകളെ മുഴുവൻ ഇദ്ദേഹം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. കാരണം അവര് കണ്ടാണ് എനിക്ക് ഈ ദുരിതങ്ങളൊക്കെ വന്നത്, അല്ലെ അവര് കുറച്ചുകൂടെ ഭംഗിയായിട്ട് നിന്നിരുന്നെങ്കിൽ എന്റെ കാര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടേനെ എന്ന് പറഞ്ഞിങ്ങനെ പഴി പറയുന്ന ആളുകളായിട്ട് പറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അത് പ്രായമേറുന്നതനുസരിച്ചിട്ട് ആ പഴിയുടെ അളവ് അല്ലെങ്കിൽ പഴിചാരലിന്റെ അളവ് കൂടിക്കൊണ്ടുവരും. അതാണ് ഇത്തരം വ്യക്തികളുടെ തമ്മിലുള്ള വ്യത്യാസം. അതാണ് ഉത്തരവാദിത്വത്തെ ജീവിതത്തിൽ ഏറ്റെടുത്തിട്ടുള്ളവരുടെയും ഏറ്റെടുക്കാൻ മുതിരാത്തവരുടെയും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് ഇവരിങ്ങനെ പഴി പറയും. നമ്മൾ തന്നെ ഒരുപക്ഷെ നമ്മുടെ ചുറ്റുപാടും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം ഇത്തരം ആളുകൾ എപ്പോഴും ഇങ്ങനെ പഴിചാരിക്കൊണ്ടേ ആളുകളെ കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മളുടെ ഭൗതികമായിട്ടുള്ള ചുറ്റുപാടുകൾ മോശമായത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയി പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും ഇവർ കുറ്റപ്പെടുത്തുകയുണ്ടായിരിക്കും. പിന്നീട് ഇത് പ്രായമേറുന്നതനുസരിച്ച് ഇതുവര് ദേഷ്യപ്പെടുന്ന വ്യക്തികളായിട്ടോ എല്ലാത്തിനോടും ഇവർ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു ഭൂതകാലങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന വ്യക്തികളായിട്ട് ഇവർ മാറിക്കൊണ്ടേയിരിക്കും. അവർക്ക് പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുമില്ല എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാന വസ്തുത. അപ്പോൾ ഇവിടെ ഏറ്റവും മോശമായ രണ്ട് ശത്രുക്കൾ, ഏറ്റവും ചീത്തയായ രണ്ട് ശത്രുക്കളെ കുറിച്ച് പറയും. സന്തോഷം അല്ലെങ്കിൽ വിജയം, ഇവ രണ്ടും എന്നിവയുടെ ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും നല്ല മിത്രങ്ങൾ എന്ന് പറയുക. സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും നല്ലൊരു മിത്രമാണ്. അതുപോലെ തന്നെ വിജയം നമ്മുടെ ഏറ്റവും നല്ലൊരു മിത്രമാണ്. എങ്കിൽ ഇതിന്റെ തന്നെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുടെയും ശത്രു എന്ന് പറയുന്നത് നെഗറ്റീവ് ചിന്തകൾ അല്ലെങ്കിൽ മോശമായ ചിന്താഗതികളാണ് പലപ്പോഴും നമ്മുടെ ശത്രു എന്ന് തന്നെ പറയുന്നത്. കാരണം നെഗറ്റീവ് ചിന്തകൾ വരുമ്പോഴാണ് നമ്മളെപ്പോഴും ആരെങ്കിലും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മുഴുവൻ അവൻ കാരണം അല്ലെങ്കിൽ അവൾ കാരണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരാളുകളായിട്ട് നമ്മൾ മാറുന്ന അവിടെ വെച്ചിട്ടാണ്. കാരണം നല്ല
പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, നല്ല സന്തോഷകരമായ മാനസിക സ്ഥിതിയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല. കാരണം നമുക്ക് പലപ്പോഴും നമ്മൾ നിയമവും ചട്ടവും ഒക്കെ നമ്മൾ പറയുവാണ്, അല്ലെ? ഈ നിയമങ്ങളൊക്കെ തന്നെയും മനുഷ്യ നിർമ്മിതങ്ങളാണ്, അല്ലാതെ മറ്റാരും ഉണ്ടാക്കി വെച്ചിട്ടുള്ളതല്ല. നമ്മളെപ്പോലുള്ള മനുഷ്യർ തന്നെ ഉണ്ടാക്കിയെടുത്ത നിയമങ്ങളാണ് നമ്മൾ പാലിക്കുന്നതും ചെയ്യുന്നതും. അപ്പൊ അത്തരം നിയമങ്ങളെ നമ്മൾ കൃത്യമായിട്ട് എടുത്ത് നമ്മൾ പറയാൻ തുടങ്ങുന്നത് എവിടെ വെച്ചാന്ന് വെച്ചാൽ നമ്മുടെ സാഹചര്യം മോശമാകുമ്പോഴാണ്. നമ്മുടെ ജീവിതം സന്തോഷത്തിന് വിപരീതമായിട്ടും വിജയത്തിന് വിപരീതമായിട്ടും ഒക്കെ പോകുമ്പോഴാണ്, അല്ലെങ്കിൽ മോശമായ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക്, നെഗറ്റീവ് ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മൾ ഇത്തരം പ്രശ്നങ്ങൾ കൂടുതൽ എടുത്ത് പറയാറുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു നിയമങ്ങളെ എന്തുകൊണ്ട് അവർ ചെയ്തില്ല, അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് ശരിയല്ല, ഇന്ന നിയമങ്ങൾ പാലിക്കാതെയല്ല ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത് നമ്മുടെ ചിന്താഗതികൾ മോശമാകുന്ന, അല്ലെ നെഗറ്റീവ് ചിന്താഗതികൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നുകൂടും. പക്ഷെ നല്ല ചിന്തകളും വിജയങ്ങളും സന്തോഷങ്ങളും മനസ്സിലുള്ളപ്പോൾ, നല്ല ചിന്തകൾ നമ്മളിലേക്ക് വരുമ്പോൾ നമുക്കിതൊന്നും പ്രശ്നമായിരിക്കില്ല. നിയമങ്ങളൊന്നും തന്നെ നമ്മൾ പറയേണ്ടി വരില്ല. കാരണം വളരെ സന്തോഷകരമായിട്ട് നമ്മൾ പോകുമ്പോൾ ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് ആലോചിക്കുക പോലും വേണ്ടി വരില്ല എന്നുള്ളതാണ് അതിലെ ഒരു വസ്തുത. അപ്പോൾ ഇവിടെ പറയുന്നത് നെഗറ്റീവ് ചിന്തകൾ നിങ്ങളെ ക്ഷീണിപ്പിക്കും, തള്ളി താഴെയിടും, ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളെയും കവർന്നെടുക്കും. ഈ മോശം ചിന്താഗതിക്കുള്ള കാര്യങ്ങളാണ് നിങ്ങളെ ക്ഷീണിപ്പിച്ചു കളയും, തള്ളി താഴെയിടും, അതുപോലെ തന്നെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളെയും കവർന്നെടുത്ത് കളയും ചിന്തകൾ. അതുപോലെ ഒരു മഹാമാരി പോലെ ഇത് പടർന്നു പിടിക്കുകയും ചെയ്യും. ഈ പുസ്തകം എഴുതുന്ന കാലത്ത് പറയാൻ കഴിയുന്ന ഒരു മഹാമാരി എന്ന് പറയുന്നത് പ്ലേഗ് രോഗമാണ്. പക്ഷെ ഇന്നിപ്പോ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ കോവിഡിനെ കുറിച്ച് പറയും. കാരണം നമ്മൾ ഏറ്റവും അടുത്ത് ഇടപഴകിയിട്ട് പോകുന്ന ഒരു മഹാമാരി എന്ന് പറയുന്നത് ഇപ്പം കോവിഡ് എന്നൊരു രോഗമാണ്. അപ്പൊ ഈ പുസ്തകം എഴുതുന്ന സമയത്ത് കോവിഡ് രോഗം ഇല്ലാത്തത് കൊണ്ട് ബ്രയാൻ ട്രേസി പറയുന്നു പ്ലേഗ് രോഗം പോലെ അത് പടർന്നു പിടിക്കുമെന്നാണ്. ആ പ്ലേഗ് എന്ന മഹാമാരി വിധിച്ചതിനേക്കാൾ വലിയ നാശങ്ങൾ നെഗറ്റീവ് ചിന്തകൾ നമ്മളിൽ ഉണ്ടാക്കും. അത് ഓർക്കുക. കാരണം മോശമായ ചിന്താഗതികൾ എന്ന് വരുന്നോ ഇത് മഹാമാരിയേക്കാൾ വലിയ വിപത്തുകൾ നമുക്ക് സമ്മാനിക്കും. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവർക്കും ഒക്കെ ഇത് മോശമായ അവസ്ഥകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ചിന്തകളെ ആദ്യം മാറ്റുമ്പോഴാണ് പിന്നീട് സാഹചര്യങ്ങളും നമ്മുടെ ചുറ്റുപാടുകളും നമ്മളോട് ചേരുന്നവരുടെയും ഒക്കെ സന്തോഷവും ഒക്കെ വീണ്ടും തിരിച്ചു പിടിക്കാൻ കഴിയും. എന്ന് നമ്മുടെ മനസ്സിലെ ചിന്തകൾ മോശമായി തുടങ്ങും. അപ്പോൾ എവിടെയെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അവിടെ ചിന്തിച്ചു കൊള്ളുക, അതിന്റെ ഉത്തരവാദി മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്. നമ്മുടെ ചിന്തകളാണ് അതിനെ മാറ്റിമറിച്ചത് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം അങ്ങനെ മാറ്റിമറിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ മുഴുവൻ തൊട്ടടുത്തുള്ള ആളിലേക്ക് പഴിചാരുവാൻ നമുക്ക് സാഹചര്യം ഉണ്ടാവും. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ മാറ്റുവാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മൾ മാറുവാൻ ശ്രമിക്കുക എന്നുള്ളത് കൂടി ഇവിടെ അടിവരയിട്ട് പറയേണ്ടതായിട്ട്. ഇങ്ങനെ മാറ്റാൻ ശ്രമിക്കുന്നിടത്താണ് നമുക്ക് ചിലപ്പോ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക. നമ്മളിലെ നിയമങ്ങൾ ചിലപ്പോൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പൊ നമുക്കറിയാം വളരെ സെക്കുലർ ആയിട്ടുള്ളൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയാം. മതേതര രാജ്യമാണ്. മറ്റൊരു രാജ്യത്തിനും ആ ഒരു പ്രത്യേകതയില്ലെന്ന് തന്നെ പറയാം. നാനാത്വത്തിൽ ഏകത്വം ഒക്കെയുള്ള വളരെ സുന്ദരമായ ഒരു ഉദാത്തമായ ആശയമുള്ള രാജ്യം തന്നെയാണ് നമ്മുടെ നാട്. എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്. ഏത് മതത്തിൽ വേണമെങ്കിലും നമുക്ക് വിശ്വസിക്കാം, ഏത് മതങ്ങളെ കുറിച്ച് വേണമെങ്കിലും നമുക്ക് സംസാരിക്കാൻ പറ്റും. നമ്മുടെ മതകാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനും മതത്തിന്റെ അനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടാനും കൂടെ സ്വാതന്ത്ര്യം. പക്ഷെ മറ്റു രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ അതല്ല. അവിടെ ഒരു പ്രത്യേകമായ മതമുണ്ടായിരിക്കും. ആ മതത്തിലുള്ളവർക്ക് പ്രത്യേക നിയമ ഇളവുകളൊക്കെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ മതത്തിൽ വരുന്നവർക്കായിരിക്കാം അവിടെ പ്രാമുഖ്യം കൊടുക്കുക. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. ഏത് മതത്തിൽ വേണമെങ്കിലും ജീവിക്കാം, വേണമെങ്കിൽ മതമില്ലാതെ ജീവിക്കാം, ഈശ്വരനിൽ വിശ്വസിച്ച് ജീവിക്കാം, ഈശ്വരനില്ലാതെ വിശ്വസിക്കാതെയും ജീവിക്കാം. നിരീശ്വരവാദികളായിട്ട് ജീവിക്കുന്ന അനവധി ആളുകളുണ്ട്, യുക്തിവാദികളായിട്ട് ജീവിക്കുന്ന ആളുകൾ. ഇങ്ങനെ ഏത് തലത്തിൽ വേണമെങ്കിലും നമുക്ക് ജീവിക്കാൻ കഴിയും. പക്ഷെ അവിടെയൊക്കെ മതത്തിന്റെ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ
പരമത ദൂഷണം പാടില്ല. കാരണം നമ്മുടെ മതമാണ് ഏറ്റവും വലുതെന്ന് സ്ഥാപിക്കുവാനായി പലപ്പോഴും ചെയ്യുന്നത്. പ്രത്യേകിച്ചും നമ്മൾ ഇലക്ഷനൊക്കെ അടുക്കുമ്പോൾ രാഷ്ട്രീയ പ്രചരണ വേളകളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഓരോ സ്ഥാനാർത്ഥിയും അല്ലെ ആ സ്ഥാനാർത്ഥിയുടെ ഒപ്പം വരുന്ന ആളുകളും സ്വന്തം കഴിവുകളെക്കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചും പറയുന്നതിനേക്കാൾ ഉപരി എതിർപക്ഷത്തിന്റെ കുറ്റങ്ങൾ പറയുവാൻ അല്ലെങ്കിൽ അവരുടെ മോശം കാര്യങ്ങൾ പറയുവാനായിരിക്കും വ്യക്തത. അങ്ങനെയാണ് ഇവർ കൂടുതൽ കാര്യങ്ങളെ തങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കും. ഇവിടെ അത് തന്നെ പറയുന്നു, മതങ്ങളിൽ പരമത ദൂഷണങ്ങൾ നമ്മുടെ മതത്തിന്റെ നന്മ പറയുമ്പോൾ മറ്റു മതത്തിന്റെ ദോഷങ്ങളെ കുറിച്ച് പറയുവാൻ നമുക്ക് അവകാശം. നമ്മൾ നിൽക്കുന്ന മതത്തിനെ വേണമെങ്കിൽ നമുക്ക് മോശങ്ങൾ പറഞ്ഞ്, കാരണം അതിനെ ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടി പലപ്പോഴും ഓരോ മതത്തിലും ഓരോ ആളുകൾ ജന്മമെടുത്തിട്ടുണ്ട്. അവരതിനെയൊക്കെ ശുദ്ധീകരിക്കുവാൻ വേണ്ട കർമ്മങ്ങൾ അവിടെ ചെയ്തിട്ടാണ് അവരൊക്കെ പോയിരിക്കുന്നത്. അങ്ങനെ സ്വന്തം മതത്തിനുള്ളിലെ പ്രശ്നങ്ങളെ പറയുകയും അതിനെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന് നിയമപരമായിട്ട് തടസ്സങ്ങളൊന്നുമില്ല. പക്ഷെ നേരെ മറിച്ച് സ്വന്തം മതം നല്ലതാണെന്ന് പറയുകയും അതോടൊപ്പം പരമത ദൂഷണം ചെയ്യുകയും ചെയ്യുന്നത് കുറ്റകരമാണ് നമ്മുടെ രാജ്യത്ത്. അത് വരുമ്പോഴാണ് നമ്മുടെ ഈ ഒരു സംസ്കാരവും ഒക്കെ മാറിയിട്ട് മറ്റ് വഴികളിലേക്ക് പോവുക. അതായത് ഒരുപക്ഷെ മതത്തിനോട് അമിത സ്നേഹം വരുമ്പോൾ അതും അപകടകരമാണ്. കാരണം മത തീവ്രവാദിയാവുകയും ചിലപ്പോൾ മറ്റു മതസ്ഥരെ കൊല്ലുവാനൊക്കെ പോലും മടി കാണിക്കാത്ത രീതിയിലേക്ക് പോകും. അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന മതങ്ങൾ തന്നെയുണ്ട്, നമുക്കറിയാം. അതൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് വിജയവും സന്തോഷവും വേണമെങ്കിൽ നമ്മളിലെ ചിന്താഗതികൾ നന്മയുള്ളതാവണം. നമുക്ക് വിജയങ്ങളെക്കുറിച്ച് സന്തോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവനാവണം. അവിടെ നമ്മൾ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും പൂർണ്ണമായിട്ട് മോചിതനാകുമ്പോഴാണ് നമുക്കിതൊക്കെ സാധിക്കുന്നത്. ഇത് മാറാതെ നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് ചിന്തകളും മോശമായ ചിന്താഗതികളും ഒക്കെ വരുമ്പോൾ നമുക്ക് ഭയമുണ്ടാകും, സങ്കടമുണ്ടാകും, അസൂയ ഉണ്ടാകും, കുശുമ്പുണ്ടാകും. പിന്നീട് അതിൽ നിന്ന് അപകർഷതാബോധം ഉണ്ടാകും. അവിടെ നിന്നിട്ടാണ് നമുക്ക് കോപമുണ്ടാവുക, എല്ലാത്തിനോടും കോപം ഉണ്ടാവുക, നെഗറ്റീവ് ചിന്തകളൊക്കെ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് ഏറി വരികയും ചെയ്യും. അപ്പൊ നമ്മുടെ ചിന്തകളിൽ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കണ്ടെത്തിയിട്ട് അതിനെ ഒഴിവാക്കുക. അതായത് ഭയം ഒരു വളരെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുക. ഭയം പലപ്പോഴും ഉണ്ടാകുന്നു. ആ ഭയം ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ അത് വളരെ നെഗറ്റീവായി മാറും, നമ്മുടെ ചിന്തകളെ മോശമാക്കും. അതുപോലെ സ്വയമേയുള്ള സങ്കടം, എപ്പോഴും സങ്കടം പറയുക, അതും മോശമായ ഒരു വികാരം. അതുപോലെ കുശുമ്പ്, അസൂയ, അപകർഷതാബോധം, ഇതൊക്കെ നമ്മുടെ ചിന്തകളെ, നമ്മുടെ ചിന്താഗതികളെയൊക്കെ മാറ്റിമറിക്കും. നെഗറ്റീവ് ചിന്താഗതികളെ കൂടുതൽ നമ്മളിലേക്ക് എത്തിക്കും. ക്രമേണ നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടേ ജീവിതത്തിൽ ഇങ്ങനെ മൊത്തം ആളുകളെ പഴിചാരി ജീവിച്ചുകൊണ്ട് ജീവിതം തീർക്കുന്ന അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് ജീവിതം തീർക്കുന്ന വ്യക്തികളായി മാറും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് സ്വയം ന്യായീകരിക്കൽ നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് മൂലകാരണങ്ങളുണ്ട്, 4 മൂലകാരണങ്ങളുണ്ട്. അതിലൊന്നാമത്തേതാണ് സ്വയം ന്യായീകരിക്കലെന്നത്. നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്താലോ നമ്മളുടെ കുറവുകളോ ഉണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ന്യായീകരിച്ച് സംസാരിച്ചുകൊണ്ട് അതിനെ മെച്ചപ്പെട്ടതാക്കി നിർത്താൻ നമുക്ക് കഴിയും. അത് നമ്മൾ പല സംസാരം കേൾക്കുമ്പോൾ നമുക്കറിയാം, കുറവുകൾ ഉണ്ടെങ്കിൽ തുടക്കത്തിലെ തന്നെ അതിനെ അങ്ങ് ഒപ്പോസ് ചെയ്ത് സംസാരിച്ചുകൊണ്ട് ഇന്ന പ്രശ്നങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, അല്ലെ ഇന്ന വ്യക്തികളൊക്കെ ഇന്ന കാര്യങ്ങളൊക്കെ നമ്മളോട് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങളൊക്കെ എൻ്റെ കുടുംബത്തുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില സുഹൃത്തുക്കളുടെ ഇടപെടൽ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആദ്യം പറഞ്ഞങ്ങോട്ട് ഒരു പുകമറ സൃഷ്ടിച്ചിട്ട് നമ്മൾ പറയും ഇതുകൊണ്ട് നമുക്കിങ്ങനെ ഒരു ചെറിയ പ്രശ്നം പറ്റി. അപ്പൊ അവിടെ നമ്മൾ രക്ഷപ്പെടുകയാണ്, നമ്മൾ ന്യായീകരിച്ച് നമ്മൾ അവിടെ രക്ഷപ്പെടുകയാണ്. സ്വയം രക്ഷപ്പെടുത്താനുള്ളൊരു ശ്രമമാണ്. ഇങ്ങനെ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യും, ക്രമേണ അതൊരു പ്രശ്നമേ അല്ലാതായി മാറും. പിന്നെ എന്ത് തെറ്റുകൾ നമുക്ക് ചെയ്താലും സ്വയം ന്യായീകരിക്കാൻ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും മോശം ചിന്തകളിലുള്ളവരായി പരാജയത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കും എന്ന് പറയും. അപ്പൊ അതൊരു ഉദാഹരണം പറയുന്നു. ഇപ്പോൾ ഒരു കമ്പനി, ആ കമ്പനിയിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലമോ കമ്പനിയിലെ വിൽപ്പന കുറഞ്ഞത് മൂലമോ പെട്ടെന്ന് അതിന്റെ തൊഴിലുടമയ്ക്ക് ഒരാളെ പിരിച്ചുവിടാൻ നിർബന്ധിതനാകേണ്ടി വരുന്നു. ആളുകളുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ ഇത്തരം ഒരു സാമ്പത്തിക ബാധ്യതയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ കമ്പനിയിലെ വിൽപ്പനയുടെ കുറവുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യും,
അവിടുത്തെ സ്റ്റാഫിന്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് കമ്പനികൾ സാധാരണ ചെയ്യുക. അതിനൊക്കെ നമ്മുടെ തൊഴിൽ നിയമങ്ങൾ പാരമ്പര്യമായിട്ട് ഒരു പരിധിവരെ ഇതിന് ബദലായിട്ട് ഉണ്ടായിരുന്നു. തൊഴിൽ എന്താണ് ഒരു ഉറപ്പുകൾ നൽകുന്നതിന് വേണ്ടി പല തൊഴിൽ നിയമങ്ങളും നമുക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മുൻപോട്ട് വരുമ്പോൾ അത്തരം നിയമങ്ങളൊക്കെ മാറിയിട്ട് കോർപ്പറേറ്റ് കമ്പനികളിലേക്കൊക്കെ വരുമ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും ഒരാളെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുവാനായിട്ടുള്ള അവകാശം ഇപ്പോൾ കമ്പനികൾ നിക്ഷിപ്തമാണ്. അതിനുവേണ്ടി ഇപ്പോൾ ചെയ്യുന്ന ഒരു നിയമം, അല്ലെങ്കിൽ അത് നമ്മളിപ്പോൾ വലിയ കമ്പനികളെ കാണുമ്പോൾ പറയാം, അയ്യോ അവിടെയൊക്കെ അങ്ങനെയാണ്, സ്ഥിരമായിട്ട് അവിടെ ആരെയും എടുക്കില്ല, കോൺട്രാക്ട് വ്യവസ്ഥകാരെന്ന് പറയും. പക്ഷെ അത് ആ കമ്പനിയുടെ നിയമമല്ല, നമ്മുടെ മൊത്തത്തിലുള്ള രാജ്യത്തെ പ്രത്യേകിച്ച് 200-ലധികം സ്റ്റാഫുകളുള്ള ഒരു കമ്പനികളുടെയൊക്കെ നിയമമാണ്. പിന്നീട് അവിടെ സ്ഥിരം ജോലിക്കാരനായിട്ട് ആളുകളെ എടുക്കാൻ കഴിയില്ല, കോൺട്രാക്ട് വ്യവസ്ഥയിൽ മാത്രമേ എടുക്കാൻ കഴിയൂ. കാരണം ഇവരെ ഏത് നിമിഷം വേണമെങ്കിലും പിരിച്ചുവിടാൻ കഴിയും. ഇന്ന് വരെ ജോലി ചെയ്തു, നാളെ വരുമ്പോൾ ജോലിയില്ലെന്ന് പറയാൻ കഴിയും. പക്ഷെ സ്ഥിരം ജോലിക്കാരെ അങ്ങനെ പിരിച്ചുവിടാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം കമ്പനിക്ക് അങ്ങനെ പിരിച്ചു വിട്ടില്ല എങ്കിൽ വലിയ നഷ്ടങ്ങളിലേക്ക് ഇത് കൂപ്പുകുത്തി വീഴാൻ സാധ്യതയൊക്കെയുണ്ട്. അപ്പൊ ഇങ്ങനെ പിരിച്ചു വിടാൻ വേണ്ടി തന്നെ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളിൽ ആളുകളെ പോലും ഇപ്പോൾ നിയോഗിക്കുന്നുണ്ട്. അതിനും കോൺട്രാക്ട് വ്യവസ്ഥയിൽ ആളുകളെ കൊണ്ടുവരാൻ ഇവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇവരെ വളരെ നൈസായിട്ട് അവിടെ നിന്ന് ജോലിയിൽ നിന്ന് ഒഴിവാക്കുക. പെട്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് ബോധക്ഷയം ഉണ്ടാവുകയോ അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യാനൊക്കെ ശ്രമിക്കുകയോ ചെയ്യുന്ന ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരം പ്രശ്നങ്ങൾ മാറാൻ ചെന്ന് അതിന് പോലും വേറെ കമ്പനികളെ ആശ്രയിക്കാം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലമോ കമ്പനിയിലെ വിൽപ്പന കുറഞ്ഞത് മൂലമോ ഒരാളെ പിരിച്ചുവിടുകയാണെങ്കിൽ സാധാരണ രീതിയിൽ പിരിച്ചുവിടപ്പെട്ട ജീവനക്കാരൻ ചെയ്യുന്നത് അതിന്റെ ബോസിനെ അല്ലെങ്കിൽ തൊഴിലുടമയെ ചീത്ത വിളിക്കാനാണ്. അപ്പോൾ ഈ പിരിച്ചുവിടൽ അന്യായമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പല പല കാര്യങ്ങൾ സ്ഥാപിക്കും. പ്രത്യേകിച്ച് അതിന് സംഘടനാപരമായിട്ടുള്ള എതിർപ്പുകൾ ആ കമ്പനിയിലേക്ക് കൊണ്ടുവരും. മറ്റുള്ള ആളുകളെ തനിക്കൊപ്പം ചേർത്തുകൊണ്ട് ആ കമ്പനിക്കെതിരെ പ്രവർത്തിക്കാനായിട്ടൊക്കെ. പക്ഷെ അവിടെ ശരിക്കും നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ശരി, എന്റെ ജോലി പോയി, ഇതെല്ലാം സംഭവിച്ചു, ഇത് എനിക്ക് മാത്രം നേരിടേണ്ടി വരുന്നൊരു കാര്യമല്ല. എക്കാലത്തെയും ആളുകളെ ഇങ്ങനെ പിരിച്ചുവിടപ്പെട്ടിട്ടുണ്ട്. പുതിയ ജോലി ഞാൻ കണ്ടെത്താൻ ശ്രമിക്കുന്നതായിരിക്കും എനിക്ക് നല്ലത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ തുലം കുറവാണ്. അങ്ങനെ ചിന്തിക്കുന്നിടത്താണ് അയാൾക്ക് വിജയിക്കാൻ കഴിയുക. കാരണം ഈ കമ്പനിയിൽ ഇത്തരം ഒരാളെ കൂടി ആവശ്യമില്ലാത്തത് കൊണ്ടാണ് പിരിച്ചുവിട്ടത്. അവിടേക്ക് വീണ്ടും നമ്മൾ തിരികെ സ്വാധീനം ഉപയോഗിച്ചും മറ്റ് ബാഹ്യ പ്രേരണകൾ ഉപയോഗിച്ചൊക്കെ തിരിച്ചു കയറി കഴിയുമ്പോൾ അത്ര സുഖകരമായിരിക്കില്ല അവിടുത്തെ ജോലിയും പിന്നീടുള്ള ജീവിതം. അപ്പോൾ അവിടെ ചിന്തിക്കാവുന്ന കാര്യം പറയുന്നത്, ഇതൊന്നും സ്വാഭാവികമായ അല്ലെങ്കിൽ ഇതൊരു പുതിയ കാര്യമല്ല. ഒരുപാട് ആളുകളെ ഇതുപോലെ പിരിച്ചുവിടപ്പെട്ടിട്ടുണ്ട്. ഞാൻ പുതിയൊരു ജോലി കണ്ടെത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ പോകുന്നതാണ് കൂടുതൽ നല്ലത് എന്ന് പറയുന്നു. എന്നാൽ ഇങ്ങനെ പിരിച്ചുവിടപ്പെടുന്ന നെഗറ്റീവ് ചിന്താഗതിയുള്ള ഒരു വ്യക്തി എപ്പോഴും ചിന്തിക്കുക, തിരിച്ചെങ്ങനെ കയറാം, അല്ലെങ്കിൽ ആ ബോസിനെ കുറ്റം പറയും, അയാൾക്ക് പണ്ട് മുതലേ എന്നോട് കുറച്ച് വൈരാഗ്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതുകൊണ്ടാണ് തിരിച്ചുവിട്ടത്, അല്ലെങ്കിൽ എന്റെ ഒരു എന്റെ മതം അയാളുടേത് അല്ലാത്തത് കൊണ്ടാണ് എന്നെ പിരിച്ചുവിട്ടത്, അല്ലെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ ചിന്താഗതിയുടെ വ്യത്യാസങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത്. അതുപോലെ ഈ ഒരു നെഗറ്റീവ് വികാരങ്ങൾക്ക് എതിരായിട്ട് വരുന്ന 4 കാര്യങ്ങൾ രണ്ടാമതായിട്ട് പറയുന്നത് ഒഴികഴിവുകൾ പറയുന്നത് നിർത്തുക. ന്യായീകരിക്കലല്ല, ഒഴികഴിവുകൾ പറയുന്നതിനെ നമ്മൾ നിർത്തുക. അപ്പൊ സ്വന്തം കാര്യങ്ങളെ കുറിച്ച് വ്യാഖ്യാനിക്കുന്നതിനും നെഗറ്റീവ് വികാരങ്ങൾ കൊണ്ടു കിടക്കുന്നതിനുമുള്ള ഒരു രണ്ടാമത്തെ കാരണമായിട്ട് ഇതിനെ പറയാൻ കഴിയും. സമൂഹത്തിന് പൊതുവെ സ്വീകാര്യമല്ലാത്ത പ്രവൃത്തിയെ നമ്മൾ സ്വീകാര്യമാണെന്ന മട്ടിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കും. അതാണ് ഈ നമ്മുടെ സംസാരത്തിലൂടെ പലപ്പോഴും നമ്മൾ പലരുടെയും കാണാൻ കഴിയുന്നതാണ്. പൊതുവെ സമൂഹത്തിന് സ്വീകാര്യമല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെയൊക്കെ എന്ത് ചെയ്യാം, ന്യായീകരിച്ചുകൊണ്ട് നമ്മൾ സ്വീകാര്യമാക്കി കഴിയും. ഇതിനൊരു കഥ പറയുന്നുണ്ട്, മറ്റൊരു പുസ്തകത്തിൽ കേട്ടത്. അതായത് ഒരു വാടക കൊലയാളി, പ്രൊഫഷണൽ കില്ലർ, അയാളുടെ തൊഴിൽ തന്നെ കൊലപാതകം, ആളുകളെ കൊന്നു കൊടുക്കുന്ന കോൺട്രാക്ട് വ്യവസ്ഥയിൽ കൊല്ലുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇദ്ദേഹം ഒരിക്കലും ഇങ്ങനെ കാറിൽ യാത്ര ചെയ്യുന്നു. ഈ കൊലയാളി യാത്ര ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിനോടൊപ്പം ഇദ്ദേഹത്തിന്റെ കാമുകിയുമുണ്ട്, കൂട്ടുകാരിയും. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വഴിവെക്കിൽ വെച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇദ്ദേഹത്തിന് നേരെ കൈ നീട്ടുന്നു. അദ്ദേഹത്തിന് അറിയില്ല ഇതൊരു വലിയ വാടക കൊലയാളിയാണ്, നഗരത്തിലെ അറിയപ്പെട്ടൊരു ഭീകരനാണെന്നും ഈ പോലീസുകാരൻ അറിയില്ല. പോലീസുകാരൻ പെട്ടെന്ന് കൈ കാണിച്ച ശേഷം ഈ വാഹനത്തിന്റെ
ബുക്കും പേപ്പറും പോലുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ബുക്കും പേപ്പറും കാണിക്കുക, നിങ്ങളുടെ ലൈസൻസ് കാണിക്കുക, സാറിന് ചോദിക്കാറുള്ളത് പോലെ പുക ചെക്ക് ചെയ്തോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇങ്ങനെ ഈ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ ഈ കൊലയാളിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. കാരണം താൻ തന്റെ ഇഷ്ടപ്പെട്ട സുഹൃത്ത് അല്ലെങ്കിൽ തന്റെ കാമുകിയുമൊത്ത് സൂര്യസല്ലാപത്തിൽ ഏർപ്പെട്ട് ഇങ്ങനെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ വന്ന് കൈ കാണിച്ചത് ശരിയാണ്. കാരണം അയാളുടെ ചിന്താഗതി അതാണ് വലിയ തെറ്റ്. ആ പോലീസുകാരൻ കൈ കാണിച്ചതല്ല. തന്റെ ഇഷ്ടപ്പെട്ട ജീവിതത്തിലൂടെ താൻ നടക്കുമ്പോൾ അവിടെ വന്ന് ശല്യപ്പെടുത്തിയ ഒരു ശല്യക്കാരനല്ല ഇയാൾ. അപ്പോൾ എന്ത് ചെയ്തു? സ്വാഭാവികമായി വാടക കൊലയാളി ഡോർ തുറന്ന് പുറത്തേക്ക് വന്ന ശേഷം ഒന്നും സംസാരിക്കാതെ തന്നെ തന്റെ ഉറയിൽ നിന്ന് തോക്കെടുത്തുകൊണ്ട് പോലീസുകാരൻ നിറയൊഴിച്ചു. തുരുതുര വെടിവെച്ച് ആ പോലീസുകാരൻ അവിടെ മരിച്ചു വീഴുന്നവരെ വെടിവെക്കുകയാണ്. എന്നിട്ട് ഇദ്ദേഹം തിരിച്ചു വരും വഴി തന്റെ രണ്ട് സുഹൃത്തുക്കളെ കാണുമ്പോൾ അവരോട് പറയുക, അല്ല തന്റെ പ്രണയിനിയോട് പറയുകയാണ്, അവനത് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മളിവിടെ വളരെ മര്യാദയ്ക്ക് വളരെ സന്തോഷകരമായിട്ട് കാറിൽ ഇങ്ങനെ യാത്ര ചെയ്തു പോകും. അവൻ വഴിയിൽ വന്ന് എന്നെ തടയേണ്ട കാര്യമുണ്ടോ? എന്നോട് വന്ന് ഇതിന്റെ രേഖകൾ ആവശ്യപ്പെടേണ്ട ആവശ്യമുണ്ട്. അവൻ ചെയ്ത് തെറ്റല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ അവനെ കൊന്നുകളയേണ്ടി വന്നത് എന്ന് പറഞ്ഞതുപോലെ സാഹചര്യങ്ങളെ ന്യായീകരിക്കുന്ന പരിപാടി നിർത്തുക. കാരണം നമ്മൾ ചെയ്തത് തെറ്റാണെങ്കിൽ, കാരണം ആ പോലീസുകാരൻ നിറയൊഴിച്ചു കൊന്നത് വലിയ തെറ്റാണ്, അക്ഷന്തവ്യമായ തെറ്റാണ്. ഇതിനെ അംഗീകരിക്കുന്നതിന് പകരം നമ്മുടെ തെറ്റുകളെ മറയ്ക്കുവാൻ വേണ്ടി നമ്മൾ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് അതിനെ ശരിയാക്കി മാറ്റുക. ഈ പരിപാടി നിർത്തുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് പറയുന്നത്. അനുകൂലമായിട്ട് വ്യാഖ്യാനിക്കുക. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താലോ, അല്ലെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ കാര്യത്തിലാണെങ്കിൽ പോലും അവരൊരു തെറ്റ് ചെയ്താൽ പോലും അതിനെ സംസാരത്തിലൂടെ നമ്മൾ ന്യായീകരിച്ച് അനുകൂലമാക്കി മാറ്റിയെടുക്കുന്ന പരിപാടി നിർത്തുക. അപ്പോൾ അവിടെ ആ തൊഴിലിലെ ചെയ്ത പ്രവൃത്തിയിലെ പ്രധാന കുറ്റക്കാരൻ നമ്മളാണെങ്കിൽ അത് നമ്മളെന്ന് തന്നെ അംഗീകരിക്കണം. ഈ കുറ്റത്തിന്റെ ഉത്തരവാദിത്വം ഞാനാണ് ഇതിലെ തെറ്റുകാരൻ എന്ന് സ്വയം ഏറ്റെടുക്കുന്നിടത്താണ് നമ്മൾ ധീരയാവുക അല്ലെങ്കിൽ വിജയിക്കുക എന്നത്. അതിനെ എടുത്തുകൊണ്ട് അതിന് പ്രതിവിധി നമ്മൾ കണ്ടെത്തുന്നിടത്താണ് നമ്മളോട് തന്നെ നീതി പുലർത്തുക എന്നത് തീരുന്നു. അതുപോലെ മൂന്നാമതായിട്ട് പറയുന്നു, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് മീതെ വളരും. അപ്പോൾ മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു അതിനും മേലെ വേണം നമ്മൾ ചിന്തിക്കാൻ. കാരണം അഭിപ്രായം പറയുന്ന വ്യക്തികളുടേത് പലപ്പോഴും ശരിയാവണമെന്ന് നിർബന്ധമില്ല. അവിടെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് നമ്മുടെ തീരുമാനങ്ങളെ മാറ്റുന്നിടത്താണ് ചിലപ്പോൾ നമുക്ക് പരാജയം സംഭവിക്കാറുള്ളത്. കാരണം പാരമ്പര്യമായി ചെയ്യുന്ന കാര്യങ്ങളെ ആയിരിക്കാം ലോകം മുഴുവൻ എപ്പോഴും നമ്മളെ ഉപദേശിക്കുക, അതുപോലെ തന്നെ നീ പോകണം, അല്ലെ അത് നീ ചെയ്യുന്ന തെറ്റാണ്. കാരണം ലോകത്തെ നാട്ടുനടപ്പ് അല്ലെങ്കിൽ നാട്ടുനടപ്പ് ഇതാണ്, മാമൂലികൾ ഇതാണ്, ഇതൊന്നും നീ തെറ്റിക്കാൻ പാടില്ല എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായി ഭൂരിപക്ഷം പേരും ചെയ്യുന്നത് അതിലേക്ക് അങ്ങോട്ട് വഴങ്ങി കൊടുക്കുകയാണ് പതിവ്. പക്ഷെ അങ്ങനെയല്ല, അതല്ല ശരി. അങ്ങനെ ശരിയോട് അനുകൂലിച്ച ഒരുപാട് വ്യക്തികളെ നമുക്കറിയാൻ കഴിയും. ഗലീലിയോ എന്ന വ്യക്തി, ഇദ്ദേഹം പറഞ്ഞത് സൂര്യനല്ല ഭൂമിയാണ് സൂര്യനെ ചുറ്റുന്നത് എന്നൊരു കാലത്ത് പറഞ്ഞു. കാരണം അതിനു മുൻപ് വരെ വിശ്വസിച്ചിരുന്നതും പഠിപ്പിച്ചിരുന്നതും സൂര്യൻ ഭൂമിയെ വലം വെക്കുന്ന ഒരു ഭൂമിയേക്കാൾ ചെറിയൊരു ഗോളമായ സൂര്യൻ ഭൂമിയെ വലം വെക്കുന്നു എന്നാണ്. പക്ഷെ ഇദ്ദേഹം തന്റെ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തി അത് തെറ്റാണ്. സൂര്യനാണ് പ്രധാന ഗോളം, ഇതിനെ വലം വെക്കുന്ന ഒരു ഗ്രഹമാണ് ഭൂമി എന്നുള്ളത്. ഇത് പറഞ്ഞപ്പോൾ നാട്ടുനടപ്പനുസരിച്ച് ഇദ്ദേഹത്തെ ഉപദേശിക്കാൻ തുടങ്ങിയത് തെറ്റാണ്. അവസാനം മതക്കോടതി ഇദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വരെ വിധിക്കുകയുണ്ടായി ഒറ്റക്കാലത്ത്. പക്ഷെ അവിടെയും അദ്ദേഹം പിന്മാറിയില്ല. തന്റെ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ വധശിക്ഷ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയാണ്. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നീട് ഇദ്ദേഹത്തിന്റെ കുഴിമാടത്തിൽ പോയി ആ രാജ്യം തന്നെ നിന്നുകൊണ്ട് ക്ഷമ പറയുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞതുപോലെ അഭിപ്രായങ്ങൾക്ക് മീതെ വളരും. പല രീതിയിലും കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നമുക്ക് നേരെ വരുമ്പോൾ അതിനും മീതെ നമ്മൾ വളരാൻ പഠിക്കണം എന്നുള്ളത്. പിന്നീട് നാലാമതായിട്ട് പറയുന്നു, നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക.
മറ്റുള്ളവർ വിമർശിക്കുമ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തപ്പോഴും പരാതി പറയുമ്പോഴും ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ നമുക്ക് പലപ്പോഴും വിമർശന സ്വഭാവം ഉണ്ടാകേണ്ടതായിട്ട് വരും. ഈ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി മനസ്സിലില്ലാതെ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ആരെയെങ്കിലും ഇങ്ങനെ നിരന്തരം വിമർശിച്ചു കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഈ വിമർശനം എന്നൊരു കാര്യം തൊഴിലായിട്ട് എടുത്തിട്ടുള്ള വ്യക്തികളെ എടുത്തു നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. അവർ ഒരു മേഖലയിലും വിജയിക്കാതെ വരുമ്പോഴാണ് വിമർശനം ഒരു തൊഴിലായിട്ട് എടുത്തിട്ടുള്ളതെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ സംഗീതത്തിന്റെ നിരൂപകരെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയുക, അവർ സംഗീതജ്ഞരാകാൻ ശ്രമിച്ച് പരാജയപ്പെട്ടവരാണെന്ന് അറിയുവാൻ കഴിയും. അതുപോലെ സിനിമാ നിരൂപകരെ എടുത്തു നോക്കുക, സിനിമാക്കാരാകുവാൻ വന്നിട്ട് അവിടെ പരാജയപ്പെട്ട ശേഷമാണ് പിന്നീട് ഇവര് സിനിമാ നിരൂപകരായി മാറിയത് എന്ന് പറയുന്നത് പോലെ ഓരോ കാര്യങ്ങളിലും ആ മേഖലയിൽ പരാജയപ്പെടുന്നവരാണ് ഭൂരിപക്ഷവും ഇതിന്റെ വിമർശകരായിട്ട് മാറുക എന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മളിലേക്ക് പിന്നീട് വിമർശനം കൂടിക്കൂടി കോപാകുലരാകും, കോപം കത്തിജിരിക്കും. നമ്മളിലേക്ക് പിന്നെ എപ്പോഴും ഇങ്ങനെ തെറ്റായ വികാരങ്ങൾ, മോശം വികാരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള വികാരങ്ങളെ അവിടെ പ്രതിഷ്ഠിക്കുമ്പോൾ ഇവ നമ്മളെ ശാക്തീകരിക്കും. അതിലൂടെ നമുക്ക് കൂടുതൽ ആവേശവും സന്തോഷവും സ്നേഹവും ഉന്മേഷവും ഒക്കെ നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. നേരെ മറിച്ച് നെഗറ്റീവ് വികാരങ്ങൾ വരുമ്പോൾ ദേഷ്യവും മനോവേദനയും കുറ്റപ്പെടുത്തലുകളും ഒക്കെ നമ്മളെ ദുർബലനാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളുടെ ഉത്തരവാദിത്തങ്ങളെ പൂർണ്ണമായിട്ട് നമ്മൾ ഏറ്റെടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ മാറുവാൻ തുടങ്ങും. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ 100% നമ്മൾ ഏറ്റെടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നമ്മളോടൊത്ത് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ, അല്ലെ നമ്മൾ സ്വപ്നം കാണുന്ന രീതിയിലേക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളും മാറി മാറി ക്രമേണ വളരെ പെട്ടെന്നല്ലെങ്കിലും മാറി മാറി വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾ ചിന്തിച്ചിരുന്ന അവസ്ഥയിലേക്ക് നമ്മൾ അടിവെച്ച് നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പിന്നീട് സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യക്തിയായി മാറുക. സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യക്തിയായി മാറുക എന്ന് പറയുന്നത് എവിടെയെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് സ്വന്തം തൊഴിൽ കണ്ടെത്തുക എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറയുക. സ്വന്തം ജോലി ഉണ്ടെങ്കിൽ അത് തന്നെ ചെയ്യുക, എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അല്ലാതെ വ്യക്തിഗത സേവനം നൽകുന്ന ഒരു കോർപ്പറേഷന്റെ പ്രസിഡന്റായി നിങ്ങളെ സ്വയം അവരോധിക്കുക. അതായത് നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളുടെ വ്യക്തിഗതമായിട്ടുള്ള സേവനങ്ങളെല്ലാം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വയം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് എന്റേത്, ഞാൻ അതിന്റെ പ്രസിഡന്റായി എന്നെ തന്നെ ഞാൻ അവരോധിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുക. നമുക്ക് വേണ്ട കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ട് പല കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ഇങ്ങനെ ഏൽപ്പിച്ചു വിടുന്ന ആളുകളെ കണ്ടു. അതിനേക്കാൾ ഉപരി നമുക്ക് വേണ്ട കാര്യങ്ങൾ സ്വയം ചെയ്യുന്ന വ്യക്തികളായി മാറുക എന്നുള്ളതാണ് പിന്നീട് പറയുക. സ്വയം തൊഴിൽ ചെയ്യുന്ന അതാണ് അവിടെ സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യക്തിയായിട്ട് മാറുക എന്ന് പറയും. പിന്നീട് നമ്മൾ ഓരോന്നും കൃത്യമായിട്ട് നമുക്ക് തീരുമാനിക്കാൻ കഴിയണം, തിരഞ്ഞെടുക്കാൻ കഴിയണം. ഇതിലൂടെ നമ്മുടെ തന്ത്രങ്ങളെ ഓരോന്നായി പടിപടിയായിട്ട് വികസിപ്പിക്കാൻ കഴിയണം. നമുക്ക് വിജയിക്കുവാൻ വേണ്ടി കുറെ തന്ത്രങ്ങൾ വേണ്ടി വരും. ഈ തന്ത്രങ്ങൾ നമ്മളിലേക്ക് ക്രമേണ നല്ല ചിന്തകളിലൂടെ നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇതിനെ ക്രമേണ വികസിപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തിലേക്ക് വിജയിയായി മാറുവാൻ കഴിയും എന്നുള്ളത്. പിന്നീട് നമുക്ക് ഓരോ തിരഞ്ഞെടുപ്പും ശ്രദ്ധയോടുകൂടി വേണം എന്ന് പറയുന്നു. അതായത് നിങ്ങളുടെ പങ്കാളികളെ തിരഞ്ഞെടുക്കുക. അതായത് തൊഴിലിനൊരു പങ്ക് ആള് വേണമെന്നുണ്ടെങ്കിൽ അതിന് അർഹരായ ആളെ തന്നെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. അതുപോലെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോഴും അവിടെ വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഈ രണ്ട് ഘടകങ്ങളും നിങ്ങളെ സ്വാധീനിക്കുന്നതാണ്, വളരെയധികം സ്വാധീനിക്കും. നിങ്ങളുടെ ജീവിതത്തെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും സ്വഭാവത്തെയും എല്ലാം സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് ഈ പങ്കാളികളും സുഹൃത്തുക്കളും. അപ്പൊ അവരെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി വേണം തിരഞ്ഞെടുക്കുവാൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിത വിജയത്തിനും സന്തോഷത്തിനും ഇതൊക്കെ വളരെയധികം സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പൊ അവരെയൊക്കെ ശ്രദ്ധയോടുകൂടി തിരഞ്ഞെടുക്കുക ഇത് പറയുന്നു. പിന്നീട് നല്ല വളർച്ചയുള്ള മനുഷ്യനായി മാറുക, വളർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ഇന്നലത്തേക്കാൾ നല്ലവനായിരിക്കണം ഇന്ന് എന്നുള്ള രീതിയിൽ ജീവിക്കണം. ഇന്നലെ എനിക്ക് ചില കാര്യങ്ങൾ പെൻഡിങ്ങിലേക്ക് മാറ്റി വെക്കണം, ചെയ്യാൻ കഴിയാതെ പോയ അലസത കൊണ്ട് മടി കൊണ്ട് മാറ്റി വെക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇന്ന് ഞാൻ അതിനേക്കാൾ മെച്ചപ്പെട്ടവനാകും.
ഇനി നാളെ ആവുമ്പോൾ ഞാൻ ഇന്നത്തേക്കാൾ മെച്ചപ്പെട്ടവനാകും. ഇങ്ങനെ ഓരോ ദിവസവും മെച്ചപ്പെട്ടവനായി മാറിക്കൊണ്ടിരിക്കുക, മെച്ചപ്പെട്ടവളായി മാറിക്കൊണ്ടിരിക്കുക. ഇതാണ് പറയുന്നത്. അവിടെയൊക്കെ നമുക്ക് ആന്തരികമായ ഒരു നിയന്ത്രണം ഉണ്ടാവുക. എല്ലാത്തിനോടും നമുക്കൊരു നിയന്ത്രണം ഉണ്ടായിരിക്കണം. കാരണം വലിയൊരു ആന്തരിക നിയന്ത്രണമുള്ള വ്യക്തികളെ ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാ പ്രശ്നങ്ങളും ചുറ്റുപാടും നടക്കുന്ന എല്ലാ ഏടാകൂടത്തിലും ഇവരുള്ള തലവെക്കില്ല. കാരണം അങ്ങനെ കൊണ്ട തലവെക്കുന്ന ആളുകളെ ശ്രദ്ധിക്കുക, അവർക്ക് ആന്തരിക നിയന്ത്രണം ഇല്ലാത്തവരാണ്. കാരണം അത്തരം പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ഇവരുടേത് പോലും അല്ലാത്ത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒക്കെ ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമ്മൾ അവിടേക്ക് ചെന്ന് തലയിട്ടിട്ട് നമ്മുടെ പ്രശ്നമാക്കി മാറ്റിക്കൊണ്ട് പിന്നീട് ജീവിതത്തിൽ കിടന്ന് വിഷമിക്കുന്ന ആളുകളെ നമ്മൾ കാണാം. ഇവിടെയൊക്കെ നമുക്ക് ഒരു സ്വയം നിയന്ത്രിതനാവുക എന്നുള്ളതാണ്, ആത്മനിയന്ത്രണമുള്ള ഒരു വ്യക്തിയായി മാറുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ ഉത്തരവാദിത്വവും സന്തോഷവും തമ്മിൽ നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ എത്ര കൂടുതൽ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുന്നുവോ അത്രയും കൂടുതൽ സന്തോഷം നമുക്കുണ്ടായിരിക്കും. പലരും പറയും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അതൊക്കെ വലിയ തലവേദനയാണ് എന്ന് പറയുന്നതിന് നല്ല ശരി. നമ്മൾ എത്രയധികം നമ്മളുമായി ബന്ധപ്പെടുന്ന ഉത്തരവാദിത്തങ്ങൾ സ്വയം ഏറ്റെടുക്കുന്നുവോ അത്രയധികം സന്തോഷം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ കഴിയും. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അതുപോലെ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ വിജയം എന്ന വിഷയം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ ജീവിതത്തിൽ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത് എന്തും പല ബുക്കുകളിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങൾക്ക് നേടുവാൻ കഴിയുമെന്ന തിരിച്ചറിവാണ് ലക്ഷ്യം സെറ്റ് ചെയ്യുന്നതിലെ ആദ്യത്തെ പോയിന്റ്. തീവ്രമായിട്ട് എന്താഗ്രഹിക്കുന്നോ അത് നമുക്ക് നേടുവാൻ കഴിയുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ലക്ഷ്യം സെറ്റ് ചെയ്യുമ്പോഴുള്ള ആദ്യത്തെ ഭാഗം. നമുക്ക് പരിധികളില്ലാത്ത അന്തർലീനമായിട്ടുള്ള ശക്തി ഉണ്ടെന്ന് ആ സമയത്ത് നമുക്ക് ബോധ്യപ്പെടും. കാരണം മുൻപ് നമ്മൾ ധരിച്ചിരുന്ന പോലെയല്ല, എനിക്കതിനൊന്നും കഴിവില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് നമ്മൾ വിചാരിച്ചിരുന്നിടത്തുനിന്ന് മാറിയിട്ട് നമ്മളിൽ എന്തൊക്കെയോ അന്തർലീനമായ കഴിവുകൾ ഉറങ്ങിക്കിടപ്പുണ്ട്, നമുക്ക് പരിധിയില്ലാത്ത ശക്തിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെ ലക്ഷ്യങ്ങൾ നേടുവാനായിട്ട് നമ്മൾ എന്തും കഠിന പ്രയത്നം എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് കഠിന പ്രയത്നം എന്ന് തോന്നും, പക്ഷെ ആ ചെയ്യുന്ന വ്യക്തിക്ക് അതൊരു രസകരമായ ജോലിയായിട്ട് മാറുകയും ചെയ്യും. നമ്മൾ ചിലപ്പോൾ ചില ആളുകളെ കുറിച്ച് പറയും കഷ്ടപ്പെടുന്നു അവൻ അതിനു വേണ്ടി, എങ്കിൽ അവൻ ജീവിതകാലം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അയാൾ അതിനെ ആസ്വദിക്കുകയാണ് ചെയ്യുക, ആസ്വദിച്ചുകൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷെ കാഴ്ചക്കാർക്ക് അത് കഠിന പ്രയത്നമായിട്ട് തോന്നും. ഇങ്ങനെ ഈ ആശയങ്ങൾ രണ്ടും മനസ്സിലുണ്ടായിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അതിലൂടെ നമുക്ക് വിജയിക്കാൻ കഴിയുകയും ചെയ്യുമെന്നാണ് പറയുക. അവിടെയൊക്കെ നമ്മൾ ആരെയും പഴി പറയാതെ, മറ്റൊരാളെയും പഴി പറയാതെ, അല്ലെ മറ്റൊന്നിനെയും പഴി പറയാതെ, ഒഴികഴിവുകൾ പറയാതെ സ്വീകരിക്കുക എന്നുള്ളതാണ് പോയിന്റ്. ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, കാര്യങ്ങളെയൊക്കെ സ്വയം ഏറ്റെടുക്കുക, സ്വീകരിക്കുക എന്നുള്ളതാണ്. പേടിയുണ്ടെങ്കിൽ ആ പേടി ഉണ്ടെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ആ പേടിയെ മാറ്റുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ആശയങ്ങളെയെല്ലാം നമ്മൾ ഏറ്റെടുത്ത് വ്യക്തമായിട്ട് അതിനെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കെന്താണ് അനന്തമായ സാമർഥ്യമുണ്ട്, അന്തർലീനമായ കഴിവുകൾ നമുക്കുണ്ട്, അവർണ്ണനീയമായ ശക്തി നമുക്കുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. വിജയം സുനിശ്ചിതമായിരിക്കും. ജീവിതത്തിൽ നമുക്ക് നേടാൻ കഴിയാത്തതായിട്ടൊന്നുമില്ലാത്തതായിട്ട് നമുക്ക് ക്രമേണ അനുഭവപ്പെട്ടു തുടങ്ങും എന്നുള്ളത് ബ്രയാൻ ട്രേസി ഈ അധ്യായത്തിലൂടെ, അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന ഉള്ള ഈ ഒരു അധ്യായത്തിലൂടെ ലോകത്തോട് വിളിച്ച് പറഞ്ഞു തരുന്നത്. ഈ ഒരു ആശയത്തെ നമ്മൾ കഴിയുന്നത്ര രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുമെങ്കിൽ നമുക്ക് വിജയത്തിലേക്കുള്ള പാതകൾ നമുക്കായിട്ട് ഉറപ്പാകും എന്ന് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇത്രയും സമയം ശ്രദ്ധയോടുകൂടി കേട്ടിരുന്ന എല്ലാവർക്കുമുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, തൃപ്പാദം ചെയ്യാം. നന്ദി അനീഷ് ജി, നല്ലൊരു ക്ലാസ് ഈ പ്രഭാതത്തില് തന്നതിന്. ഉത്തരവാദിത്തമുള്ള ഒരു